നമസ്കാരം, ഞാൻ സുദീപ് സുധാകരൻ. പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് CAA ഭരണഘടനാ വിരുദ്ധമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രധാനമായും ഉള്ളത് രണ്ട് സ്ഥലത്താണ്. ഒന്ന് ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയും, അതുപോലെ നോക്കേണ്ട മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം പാർലമെന്റ് പാസാക്കിയ സിറ്റിസൺഷിപ്പ് ആക്ട് 1995 വകുപ്പുകളുമാണ്. ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ സിറ്റിസൺഷിപ്പ് ആക്ട് പല രീതികൾ പറയുന്നുണ്ട്. ഇത് വളരെ ചുരുക്കി ഞാൻ പറയാം. അതിൽ ആദ്യത്തേത് ഇന്ത്യക്ക് അകത്ത് ജനിക്കുന്നത് വഴി ലഭിക്കുന്നതാണ്. ഇതിന് നിയമത്തിൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്ന് പറയും. അതായത് 1950 ജനുവരി 26 ശേഷമോ 1987 ജൂലൈ 1 മുന്നെയോ ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാകണം എന്ന് പോലുമില്ല. 2004 1987 എന്ന ലിമിറ്റേഷൻ കൊണ്ടുവന്നത്. അതിനു മുന്നേ 1950 ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും ഈ രീതിയിൽ പൗരത്വം ലഭിക്കുമായിരുന്നു. 1987 ജൂലൈ 1 ശേഷവും എന്നാൽ 3 ഡിസംബർ 2004 മുന്നേയും ഇന്ത്യയിൽ ജനിച്ച കുട്ടികളുടെ രക്ഷിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരൻ ആണെങ്കിലേ ഇത്തരത്തിൽ പൗരത്വം ലഭിക്കൂ. അതുപോലെ 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ലഭിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ഇന്ത്യൻ സിറ്റിസൺസ് ആകണം. പൗരത്വം ലഭിക്കാനുള്ള രണ്ടാമത്തെ രീതി സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്കാരായ അച്ഛനോ അമ്മയ്ക്കോ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നതാണ് ഈ രീതി. നേരത്തെ കണ്ട പോലെ പല കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കാനുള്ള റിക്വയർമെന്റുകൾ വ്യത്യസ്തമാണ്. സമയപരിമിതി കൊണ്ട് അതിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു രീതി രജിസ്ട്രേഷൻ വഴി ഇന്ത്യക്കാരാകുന്നതാണ്. ഇത് ഇന്ത്യൻ ഒറിജിനായ എന്നാൽ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവർക്കും അതുപോലെ ഇന്ത്യക്കാരുടെ വിദേശ പൗരന്മാരായ മക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും നിശ്ചിത കാലം ഇന്ത്യയിൽ നിയമപരമായി ജീവിക്കുന്നത് വഴി പൗരത്വം ലഭിക്കുന്ന രീതിയാണ്. ഇല്ലീഗൽ ഇമിഗ്രൻസിന്, അതായത് ഇന്ത്യയിൽ ജീവിക്കാൻ നിയമപരമായ വിസ ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ പൗരത്വം ലഭിക്കില്ല. ഇതുപോലെ ഇന്ത്യ മറ്റൊരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെയോ ഇന്ത്യയോട് ചേർത്താൽ അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വഴി സിറ്റിസൺഷിപ്പ് നൽകാവുന്നതാണ്. ഈ ഉദാഹരണങ്ങളിലെല്ലാം ഒരു ഇന്ത്യൻ കണക്ഷൻ പൗരത്വം ലഭിക്കാൻ ആവശ്യമാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ ബന്ധവും ഇല്ലെങ്കിലും ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കാവുന്ന ഒരു രീതി കൂടി നിയമത്തിലുണ്ട്. ആ രീതി CAA ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്നാണ്. സാധാരണഗതിയിൽ നിയമപരമായി 11 വർഷം ഇന്ത്യയിൽ താമസിക്കുക വഴിയാണ് ഇത് ലഭിക്കുന്നത്. വീണ്ടും ഇല്ലീഗൽ ഇമിഗ്രൻസിന്, അതായത് ഇന്ത്യയിൽ ജീവിക്കാൻ നിയമപരമായ വിസ ഇല്ലാത്തവർക്ക് ഇത് ലഭിക്കില്ല എന്ന പോയിന്റ് നോട്ട് ചെയ്യണം. 2004 ഭേദഗതി മുതലാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിന് രജിസ്ട്രേഷൻ അതുപോലെ നാച്ചുറലൈസേഷൻ എന്നിവ വഴി സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് അവസാനിപ്പിച്ചത്. 2019 കേന്ദ്ര സർക്കാർ ഞാൻ നേരത്തെ മുകളിൽ സൂചിപ്പിച്ച നിയമത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം, അതായത് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധിസ്റ്റുകൾ, ജൈനർ, അതുപോലെ പാർസികൾ, ക്രിസ്ത്യാനികൾ ഈ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ അവർ 2014 ഡിസംബർ 31 മുന്നേ ഇന്ത്യയിൽ വന്നവരാണെങ്കിൽ നിയമപരമായി ഇന്ത്യയിൽ താമസിക്കാൻ വേണ്ട ഡോക്യുമെന്റുകൾ ഇല്ലെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് പരിഗണിക്കില്ല എന്നതാണ്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള രീതികളിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ സാധാരണഗതിയിൽ അർഹതയില്ല. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവർ ഈ 3 രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അതോടൊപ്പം പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല, അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ സാധാരണ ആവശ്യമായിട്ടുള്ള 11 വർഷത്തിന് പകരം കേവലം 5 വർഷം മാത്രം മതിയാകും ഈ രീതിയിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യക്ക് ഉണ്ട് എന്നുമായിരുന്നു ഈ CAAക്ക് ന്യായീകരണമായി സർക്കാർ പറഞ്ഞത്.
എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഈ ആനുകൂല്യത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നതിന് സർക്കാർ നൽകുന്ന മറുപടി, ഈ പറയുന്ന രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമായതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള മതപരമായ പെർസിക്യൂഷൻ നേരിടേണ്ടി വരില്ല എന്നാണ്. അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പെർസിക്യൂഷൻ നേരിടേണ്ടി വരില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് CAA പ്രൊട്ടക്ഷൻ നൽകേണ്ടതില്ല എന്ന വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള രീതികൾ നമ്മൾ കണ്ടതാണ്. അവിടെ പല രീതികളിൽ പല റിക്വയർമെന്റുകൾ, പ്രധാനമായും ഒരു ഇന്ത്യൻ ബന്ധം ചില കേസുകളിൽ ആവശ്യമാണ്, അതുപോലെ നിശ്ചിത വർഷം ഇന്ത്യയിൽ നിയമപരമായി ജീവിക്കണം എന്നൊക്കെ പല കേസുകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായ ഒരു പരിഗണനയും ഇല്ല എന്നതാണ്. അതായത് 2019 ഈ പുതിയ ഭേദഗതി വരുന്നത് വരെ ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിന് മതം ഒരു ഘടകമായിരുന്നില്ല. ഇതിനുള്ള ചരിത്രപരമായ കാരണം വളരെ ലളിതമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ത്യ വിഭജിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറുകയും എന്നാൽ ഇന്ത്യ ഒരു സെക്യുലർ, അതായത് ഒരു മതത്തിനും പ്രത്യേക പരിഗണന ഇല്ലാത്ത രാജ്യമായി നിലനിൽക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ പൗരത്വ നിയമങ്ങളിൽ, ഭരണഘടനയിലും മറ്റ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിലും മതം ഒരു ഘടകമായിരുന്നില്ല. CAA ഭരണഘടനാ വിരുദ്ധമാകുന്നതിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ സെക്യുലറിസം അഥവാ മതനിരപേക്ഷത ഇതിന് എതിരെയാണ് എന്നതാണ്. കാരണം ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വം നൽകുന്നത്. ഈ ഒരു കാരണം മാത്രം മതിയാകും CAA ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, CAA ഭരണഘടനയുടെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന മൗലിക അവകാശമായ ആർട്ടിക്കിൾ 14 എതിരെയാണ് എന്നതാണ്. ഒറ്റ വാചകം മാത്രമുള്ള ആർട്ടിക്കിൾ 14 പറയുന്നത് ഇങ്ങനെയാണ്: ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നിയമത്തിന് മുന്നിൽ ഇന്ത്യയിൽ എല്ലാവരും, ഇന്ത്യക്കാരും അല്ലാത്തവരും തുല്യരാണ്. ഇവിടെ എനി പേഴ്സൺ എന്ന വാചകം ശ്രദ്ധിക്കണം. ഇന്ത്യക്കാർക്ക് മാത്രമായി ഉള്ള അവകാശങ്ങളിൽ പൊതുവെ സിറ്റിസൺ എന്ന വാക്കാണ് ഭരണഘടനയിൽ ഉപയോഗിക്കാറുള്ളത്. ഇതിന്റെ അർത്ഥം എല്ലാ നിയമവും എല്ലാവരെയും ഒരേപോലെ എല്ലാ സാഹചര്യത്തിലും പരിഗണിക്കണം എന്നല്ല. നമ്മുടെ ചുറ്റുമുള്ള നിയമങ്ങൾ പലപ്പോഴും അങ്ങനെയല്ല എന്ന് നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ നിയമത്തിന് പരിഗണിക്കാം. എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഞാൻ അതൊന്ന് വിശദമാക്കാം. നിങ്ങൾക്ക് മൊത്തം ആളുകളിൽ നിന്ന് ഒരു വിഭാഗത്തെ മാത്രം എടുത്തു മാറ്റി അവർക്ക് നിയമപരമായ പ്രത്യേക പരിഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് അവരെ മൊത്തം ആളുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഒരു ഘടകമാണ്. ആ ഘടകം യഥാർത്ഥത്തിൽ ഉള്ളതും സാമാന്യ യുക്തിക്ക് ചേരുന്നത് കൂടിയാകണം. നിയമത്തിന്റെ ഭാഷയിൽ ഇതിനെ ഇന്റലിജിബിൾ ഡിഫറൻഷ്യ എന്നാണ് പറയുന്നത്. രണ്ടാമത് വേണ്ടത്, ഈ തരത്തിൽ ആളുകളെ തരംതിരിക്കുന്നതിന് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യവുമായി ഒരു കണക്ഷൻ കൂടി വേണം. നിയമത്തിന്റെ ഭാഷയിൽ ഇതിനെ റാഷണൽ നെക്സസ് എന്ന് പറയും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, സർക്കാർ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഒരു സ്കോളർഷിപ്പ് നൽകാൻ നിയമം കൊണ്ടുവരുന്നുണ്ട് എന്ന് കരുതുക. ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ സർക്കാർ നടത്തുന്നുണ്ട്. അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തും അത് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മറുഭാഗത്തും. ഇത് ആർട്ടിക്കിൾ 14 എതിരാകുമോ? നമുക്ക് നോക്കാം. നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്: ഇന്റലിജിബിൾ ഡിഫറൻഷ്യ, റാഷണൽ നെക്സസ്. തീർച്ചയായും ഇവിടെ ഒരു ഇന്റലിജിബിൾ ഡിഫറൻഷ്യ നിലനിൽക്കുന്നുണ്ട്. അതായത് ചരിത്രപരമായി ജാതി വ്യവസ്ഥയുടെ ഭാഗമായി സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളും അത്തരം സാമൂഹിക സാഹചര്യങ്ങൾ ഇല്ലാത്ത വിഭാഗങ്ങളും തമ്മിലുള്ള അന്തരമാണ് ഇവിടുത്തെ ഇന്റലിജിബിൾ ഡിഫറൻഷ്യ. ഇത് യാഥാർത്ഥ്യമാണ്. ഇതാർക്കും സാമാന്യ യുക്തി, ചിന്ത, ശേഷി ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പരിഗണിക്കാവുന്നതാണ്. ഈ കേസിൽ രണ്ടാമത്തെ ഘടകം കൂടി കൃത്യമായി നമുക്ക് കണ്ടെത്താം. അതായത് ഇത്തരത്തിൽ ഒരു സ്കോളർഷിപ്പ് നൽകുക വഴി ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ മുന്നോട്ട് എത്തിക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. സ്കോളർഷിപ്പ് ലഭിച്ചാൽ ഈ കുട്ടികൾക്ക് പഠിക്കാനും ജോലി ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത കൂടും. അതുവഴി കുട്ടികൾ വരുന്ന വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഇത് സഹായിക്കും.
അപ്പോൾ കുട്ടികളെ വേർതിരിക്കുന്നത് നിയമത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, അതായത് ഈ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ അവിടെ റാഷണൽ നെക്സസ് എന്ന രണ്ടാമത്തെ ഘടകം കൂടി പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ സ്കോളർഷിപ്പ് ഉദാഹരണം നിയമപരമായി ആർട്ടിക്കിൾ 14 എതിരല്ല. CAA വന്നാൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 14 യാതൊരു നിയമപരമായ ആവശ്യങ്ങളും ഇത് പൂർത്തീകരിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. CAA പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധിസ്റ്റുകൾ, ജൈനർ, പാർസികൾ, അതുപോലെ ക്രിസ്ത്യാനികൾ എന്നീ മതങ്ങളിൽ പെട്ടവർക്ക് മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് നാച്ചുറലൈസേഷൻ വഴി പൗരത്വം ലഭിക്കാൻ സാധാരണ വേണ്ട 11 വർഷത്തിന് പകരം 5 വർഷം മാത്രം മതിയാകും. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ മാത്രം, അതുപോലെ ഈ മതങ്ങളിൽ പെട്ടവർ മാത്രം എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല. ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലെ തമിഴ് ന്യൂനപക്ഷം കാലങ്ങളായി അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വരാറുണ്ട്. ഇതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അതുപോലെ ക്രിസ്ത്യാനികളുണ്ട്. അടിച്ചമർത്തലുകൾ നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഇവർക്ക് പൗരത്വം നൽകേണ്ടതാണ്. ഈ CAA ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കും പൗരത്വം നൽകേണ്ടതാണ്. എന്നാൽ CAA സംരക്ഷണത്തിൽ ശ്രീലങ്ക ഉൾപ്പെടുന്നില്ല. അതുപോലെ മറ്റൊരു ഉദാഹരണം ഇന്ത്യയുടെ അയൽ രാജ്യമായ മ്യാൻമറിലെ ഭീകരമായ രീതിയിൽ പെർസിക്യൂഷൻ നേരിടുന്ന റോഹിംഗ്യൻ മുസ്ലിം ന്യൂനപക്ഷമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ റെഫ്യൂജി ക്രൈസിസുകളിൽ ഒന്ന് നിർബന്ധമായും ഇതായിരിക്കും. എന്നാൽ അവർക്കും സംരക്ഷണമില്ല. ഇനി ഈ പറഞ്ഞ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നിരവധി ന്യൂനപക്ഷങ്ങളുണ്ട്. അവർ ചരിത്രപരമായി വലിയ രീതിയിൽ അടിച്ചമർത്തലുകൾ നേരിടുന്നവരാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ, അതുപോലെ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ടവർ, അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗത്തിൽപ്പെട്ടവർ, ഇവർക്കാർക്കും CAA സംരക്ഷണം നൽകുന്നില്ല. ഇതിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ അടിച്ചമർത്തലുകൾ നേരിട്ട വിഭാഗമാണ് അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ടവർ. ഇവർക്കുള്ള ആരാധന അവകാശങ്ങൾ വരെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പാകിസ്ഥാനിലുണ്ട്. ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ശ്രീലങ്കയിൽ നിന്ന് സിവിൽ വാറിന്റെ സാഹചര്യത്തിൽ ജീവഭയം കൊണ്ട് ഇന്ത്യയിലെത്തുന്ന ഒരു തമിഴ് സംസാരിക്കുന്ന, അയാൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ ആകാം, ഇത്തരത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കാനില്ലാത്ത എന്ത് പ്രത്യേകമായ കാരണമാണ്, അല്ലെങ്കിൽ എന്ത് പ്രത്യേകമായ യോഗ്യതയാണ് സമാന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നും വരുന്ന നേരത്തെ സൂചിപ്പിച്ച മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതങ്ങളിൽപ്പെട്ടവർക്ക് ഉള്ളത്? ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അടിച്ചമർത്തൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പല രാജ്യങ്ങളിലും ദൈവവിശ്വാസികളല്ലാത്തവർ, അതായത് ഏത്തിയിസ്റ്റുകൾ, ഇതുപോലെയുള്ള അടിച്ചമർത്തലുകൾ നേരിടുന്നുണ്ട്. ബ്ലാസ്ഫെമി അഥവാ ദൈവ നിന്ന, മതനിന്ന പല രാജ്യങ്ങളിലും വധശിക്ഷ വരെ ലഭിക്കാവുന്ന വലിയ കുറ്റമാണ്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ട്രാൻസ്ജെൻഡറുകൾ ഉൾപ്പെടെയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നേരിടാറുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാറുണ്ട്. ശ്രീലങ്കയൊക്കെ വളരെ മികച്ച ഉദാഹരണമാണ്. അതുപോലെ വംശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിവേചനങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും ഈ നിയമത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. ഇവിടെ വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളതാണ്. ചിലര് ഒരുപക്ഷെ ഡിഫൻസ് എന്ന രീതിയിൽ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പേയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗങ്ങളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നാവാം. എന്നാൽ അങ്ങനെ നോക്കിയാലും അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. എന്നാൽ പല കാലഘട്ടങ്ങളിലും ഇന്നത്തെ മ്യാൻമർ അഥവാ അന്നത്തെ ബർമ്മ ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ വാദവും നിലനിൽക്കുന്നതല്ല എന്ന് കാണാൻ സാധിക്കും. ഈ നിയമത്തിലെ ഒരുപക്ഷെ ഏറ്റവും യുക്തിരഹിതമായ ഒരു കാര്യം, CAA ആനുകൂല്യം ലഭിക്കാനുള്ള കട്ട് ഓഫ് ഡേറ്റ് ആയ 2014 ഡിസംബർ 31. അതായത് 2014 ഡിസംബർ 31 മുന്നേ ഇന്ത്യയിലേക്ക് വന്നവർക്ക് മാത്രമേ CAA പ്രൊട്ടക്ഷൻ നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കൂ. എന്താണ് ഈ തീയതിയുടെ പ്രത്യേകത? ഈ തീയതിക്ക് ശേഷം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഈ പറയുന്ന 3 രാജ്യങ്ങളിലെ ആക്രമണങ്ങൾ അവസാനിച്ചു എന്നാണോ കരുതേണ്ടത്? ഈ നിയമത്തിന്റെ ലക്ഷ്യം സർക്കാർ പറയുന്നത് പോലെ മനുഷ്യാവകാശം സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ തീയതിക്ക് ശേഷം വരുന്നവർക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ CAA ഭരണഘടനാ സാധുത നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ രാഷ്ട്രീയ തലം കൂടി നോക്കേണ്ടതുണ്ട്. അവിടെ ഇത് എങ്ങനെയാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അഥവാ NRCയുമായി
ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി.